മന്ത്രി വീണ ജോർജിന്റെ പിഎയുടെ പേരിലുള്ള നിയമന തട്ടിപ്പിൽ മന്ത്രിയുടെ വാദം തള്ളി പോലീസ് കുറ്റപത്രം. രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന മന്ത്രിയുടെ വാദം തള്ളിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ലക്ഷ്യം സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണെന്നാണ് പോലീസിന്റെ വാദം. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി കുറ്റപത്രം ശരിവച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേരിൽ നിയമന തട്ടിപ്പ് നടത്തിയെന്ന പോലീസ് റിപ്പോർട്ട് ശരിവെച്ച് ഹൈക്കോടതി. സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമിട്ടായിരുന്നു തട്ടിപ്പ് നടത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ AISF മുൻ നേതാവ് KP ബാസിദ് ഉൾപ്പെടെ 4 പേരെ പ്രതിയാക്കിയാണ് വഞ്ചിയൂർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. പരാതി നൽകിയ ഹരിദാസൻ സാക്ഷ്യ പട്ടികയിലുണ്ട്. നേരത്തെ ഇത് രാഷ്ട്രീയ ഗൂഢാലോചന മാത്രമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്. തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസ് അന്വേഷിച്ച് വഞ്ചിയൂർ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആരോഗ്യവകുപ്പിന്റെ മറവിൽ നിയമന തട്ടിപ്പ് നടന്നുവെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. ഒരു വലിയ സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്നതിനും അന്വേഷണത്തിൽ തെളിഞ്ഞു. ആരോഗ്യവകുപ്പിൽ നിയമനം നടത്തുന്നതിന് തന്റെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന മൊഴിയിൽ ഹരിദാസൻ ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ പണം നൽകിയത് പത്തനംതിട്ടയിലെ CITU ജില്ലാ ഓഫീസ് സെക്രട്ടറിയായിരുന്ന അഖിൽ സജീവനായിരുന്നു. അഖിൽ സജീവ് പലരിൽ നിന്നായി വ്യാപകമായി പണം വാങ്ങി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന വിവരവും പിന്നീട് പുറത്തുവന്നു. ബാസിദ് ഉൾപ്പെടെ 4 പ്രതികളാണ് കേസിലുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ആരോഗ്യവകുപ്പിൽ പരാതി ലഭിക്കുന്നത്. എന്നാൽ ഒരു നടപടിയും വകുപ്പ് കൈക്കൊണ്ടിട്ടില്ല. മാധ്യമങ്ങൾ തട്ടിപ്പ് വാർത്ത പുറത്തുവിട്ടതോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.